റെഡി ആയി കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടാ നേരെ പോകാനായിട്ട്. വണ്ടി എടുക്കുക പോകാൻ മാത്രമേ വേണ്ടൂ. പിന്നെ ഒരു കുറി ചാലിക്കണം. അതിനു വേണ്ടി ചാലിച്ചിട്ട് വരട്ടെ. കെട്ടിയനും റെഡി ആയിട്ട് അതേ പോവാനൊക്കെ റെഡിയായി. ചന്ദന അരയ്ക്കാൻ പോയതാട്ടോ. അപ്പം ഐശ്വര്യമായിട്ട് കെട്ടിയോനിട്ട് കൊടുക്കട്ടെ. ഈ ബാക്കി ഞാനിടാം. അമ്മയുടെ അച്ഛൻ്റെ റൂമാട്ടോ അത്. അപ്പം ഞാൻ ലേറ്റ് ഇട്ടില്ല. എനിക്ക് ചന്ദനം ഭയങ്കര, നമ്മളിവിടെ അരച്ചതാണ് കേട്ടോ. എനിക്ക് ചന്ദനം ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ടാ. പോവാ അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങിയായിട്ടാ. ബാക്കി ഇനി ഹോസ്പിറ്റലിൽ പോട്ടെ. കോളേജിലേക്ക് പോവാം. അതേ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് വണ്ടിയിൽ ഇതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 2:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി കേട്ടോ. കാരണം ഞങ്ങൾക്ക് 2:45, 3 മണിയോടുകൂടി അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് കാണിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയുള്ളൂ, എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. എറണാകുളം ആ ബേസിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ചുകൂടി അടുത്തായിട്ട് തോന്നിയത് അപ്പോളയാണ്. അപ്പം ഞങ്ങൾ അപ്പോളയിലേക്ക് പോവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ എൻ്റെ എൻ്റെ 4 ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ മുകളിലത്തെ സ്റ്റെഡിൻ്റെ ജസ്റ്റ് കമ്പൊന്ന് ഒടിഞ്ഞു പോയി. അപ്പം അതൊന്ന് മാറ്റണം. അപ്പോൾ പിന്നെ അപ്പം ഞങ്ങളങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഇടാം. ബാക്കി കൊടകര എത്തിയിട്ടാ. കൊടകര ടൗണിലെത്തി. ഇനി നേരെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ സ്വർണ്ണമൊക്കെ മാറ്റി മേടിക്കുന്ന ഒരു കടയുണ്ട്, കാവേരി ജ്വല്ലറി. അത് ഞങ്ങൾക്ക് അതേ പോയി. അങ്ങനത്തെ സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ അപ്പോളേക്ക്. ഞാനത് ഈ സംഭവമായിട്ട് മാറ്റിയെടുത്തത് എനിക്ക്. കാരണം വലുത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കുഞ്ഞ് സിമ്പിളായിട്ട് എടുത്തുള്ളൂ. കാരണം വലുതിടുമ്പോഴേ നമ്മൾ ഈ തോർത്തുമ്പോൾ ഭയങ്കരമായിട്ട് കുളത്തിലേക്ക്. എനിക്ക് കുഞ്ഞ് സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കിട്ടിട്ട് ഇത് താഴത്തേക്ക് എടുത്തിടും. കാരണം എനിക്ക് ഒത്തിരി ഓവറായിട്ട് മുന്നുണ്ടായിരുന്നത് കുറച്ച് വലുപ്പമുള്ളതായിരുന്നു. അതപ്പം മാറ്റി. പിന്നെ കൂട്ടത്തിൽ കെട്ടിയവൻ്റെ മാലയുടെ ചെറുതായിട്ട് കുളത്തൊന്ന് സൈഡൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതും മാറ്റി. അത് കാണിച്ചു തരാട്ടോ. ഇങ്ങനത്തെ എടുത്തു. വേറെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇത് ഈ സാധനം എടുത്തു. നമ്മൾ ഈ അങ്കമാലി കൊരട്ടി സൈഡിലോട്ടൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ വല എന്താണെന്ന് പറയുക, ഈ പാലം പണി നടക്കുക. കാരണം ഇവിടെ എപ്പോഴും ബ്ലോക്ക് കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ ഒരു ഇത്തിരി കുറവുണ്ട്. സാധാരണ എപ്പോഴും കിട്ടും ഈ സൈഡ് വരുമ്പോൾ. ഇന്നിപ്പോൾ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ സാധാരണ അപ്പുറത്ത് പൊളിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ പൊളിച്ചിട്ടുണ്ടാവും. ഇത് ഇന്നും ഇവിടുത്തെ പതിവ് കേട്ടോ. നമുക്ക് ഈ എറണാകുളത്തേക്കൊക്കെ പോകാനേ തീരെ താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാ സകല സ്ഥലത്തും ബ്ലോക്കായിരിക്കും. ഞാൻ ബ്ലോക്കൊന്നുമില്ല, നല്ല റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ എടപ്പള്ളി ഭാഗത്തേക്കൊക്കെ കറക്റ്റ് ഞങ്ങളുടെ അവിടെ നിന്ന് 1 മണിക്കൂറിനകത്ത് സുഖമായിട്ട് എത്താം. സാധാരണ നല്ല ബ്ലോക്ക് കിട്ടിയ 1 മണിക്കൂർ പോയി 2 മണിക്കൂർ വരെ ചിലപ്പോൾ ബ്ലോക്ക് ഇങ്ങനെ മുക്കിമൂളി കൊണ്ടുവരും. ഏത് കാലത്ത് റെഡിയാവാനാണോ? അങ്ങനെ ഞങ്ങളിതേ അപ്പോളോ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോളയിലേക്ക് പോകുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങളിതേ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ് കേട്ടോ. ഇനി അവിടെ ചെന്ന് റിസപ്ഷനിൽ ചെന്ന് നമ്മുടെ പേരും ഡീറ്റെയിലൊക്കെ കൊടുക്കണം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യട്ടെ. പോയി ഹോസ്പിറ്റലിലെത്തി വണ്ടി പോയി പാർക്ക് ചെയ്യട്ടെ. കൊടയാണെങ്കിൽ ഞാൻ എടുത്തൂല്ല. ദൈവമേ, ഇന്ന് മഴയത്ത് കൊണ്ടുവരികയാണോ? അല്ല ഏട്ടാ, മഴ കൊണ്ട് കൊണ്ടുവരുമോ? അതെ. അയ്യോ, 1-ാം തീയതി ആയിട്ട് തന്നെ ഞങ്ങൾ ആശുപത്രി. ഈ മാസം ഫുള്ളും ആശുപത്രിയിലാവാണോ ദൈവം? ഇവിടെ നമ്മുടെ പേരകളുണ്ട് കേട്ടോ. ഹോട്ടല് കൊച്ചിയിൽ പോയിട്ടുണ്ട്. ഇവിടുത്തെ പേരകളിൽ ഇവിടെയും കയറിയിട്ടുണ്ട്. വണ്ടി പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞങ്ങൾ അപ്പോളേന്ന് ഇറങ്ങിയിട്ടോ. എൻ്റെ കൈമതേ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്.
പിന്നെ ഇനി അടുത്ത ബുധനാഴ്ചത്തേക്ക് എനിക്ക് MRO സ്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത ബുധനാഴ്ച വരണം. പിന്നെ എൻ്റെ കെട്ടിയോ ഞാൻ പറയണതിന് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കും മനുഷ്യനെ കഴിഞ്ഞുള്ളൂ കേട്ടോ. എന്തിനും കുറ്റം കണ്ടുപിടിക്കും, പെട്ടെന്ന് കുറ്റം കണ്ടുപിടിക്കും. ഞാൻ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. നീ വീഡിയോ എടുക്കാനാണോ വന്നേ? അത് ഡോക്ടറെ കാണിക്കാനോ? ഫോക്ക് കലാബോധമല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊക്കെ ഇതുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം നേരെ ഞങ്ങൾ വീട്ടിൽ പോവാണ്, കാരണം മോളെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.